കോടതിയിൽ വളരെ ശക്തമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് CCL കുറ്റവാളികളാണെങ്കിൽ പോലും അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷ 100% നൽകാൻ സാധ്യത ഇല്ല. ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഡിഫീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ജാമ്യം നിഷേധിക്കാൻ കോടതിയിൽ നിയമത്തിൽ വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളും അതുപോലെ തന്നെ ഇവർക്ക് വീണ്ടും കോടതി ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നോൺ ക്രിമിനൽസുമായി അസോസിയേറ്റ് ചെയ്ത് വീണ്ടും പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അവർക്ക് അവരുടെ ജാമ്യം നിഷേധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഈ കാര്യം കോടതിയുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ വിഷയം തന്നെയാണ് നിർഭയ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുള്ളത്. റയറസ്റ്റ് ഓഫ് റയർ കേസിൽ സൊസൈറ്റിയുടെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് പാടില്ല. അത് അവർക്കെതിരായിട്ട് നമുക്ക് കണ്ണടയ്ക്കാൻ, സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ പ്രൊട്ടസ്റ്റിനെതിരെ ഞങ്ങൾ കണ്ണടയ്ക്കാൻ പാടില്ല. ഇതൊരു ഐ ഓപ്പണർ ആവണം എന്നുള്ള വ്യക്തമായ ഒരു കണ്ടെത്തലാണ് സുപ്രീം കോടതി ഇത്തരം റയറസ്റ്റ് കേസുകൾ നടത്തിയിട്ടുള്ളത്. ആ ഒരു കാര്യം ഈ ഒരു കേസിലും ഈക്വലി ആപ്ലിക്കബിളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ, ഇന്ത്യയിൽ മുഴുവൻ, ലോകത്തുള്ള എല്ലാ മലയാളികളും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കേസാണത്. കാരണം കേരളത്തിലെ അമ്മമാർ, വിദ്യാർത്ഥികൾ, നമ്മുടെ കേരള സമൂഹം മുഴുവൻ നീതി ഇദ്ദേഹത്തിൻ്റെ പുത്രന് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ദിവസവും കോടതി കയറി ഇറങ്ങുന്നതും നീതിപീഠത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.